Hi dears, welcome back to our channel. നമ്മൾ ഇന്ന് ഒരു പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഈ പ്രിൻസസ് കട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ ചാർട്ട് പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നമ്മൾ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലാത്ത ഏതൊരാൾക്കും ഇത് കണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിപ്പോൾ നമ്മളുടെ ക്ലോത്തിനെ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് വേണ്ട വിഡ്ത്ത് അനുസരിച്ച് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് നല്ല ലെങ്തി വേണമെങ്കിൽ സ്ലീവ് അനുസരിച്ച് ഒരു 1.25 1.5 നമ്മൾ എടുത്തോണേ. അപ്പം ഇത് നമ്മളുടെ വിഡ്ത്ത് അനുസരിച്ച് ഇതുപോലെ നമുക്ക് വേണ്ട വിഡ്ത്ത് അനുസരിച്ച് ഫോൾഡ് രണ്ടായിട്ട് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ചാർട്ട് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. ആ കറക്റ്റ് നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ ആണ്. ബാക്ക് പോർഷൻ നമുക്ക് എത്രയാണോ വേണ്ടത് ആ വിഡ്ത്ത് അനുസരിച്ച് വന്ന് നമ്മൾ ലെവൽ ചെയ്തൊന്ന് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസവും വരരുത്. എന്നിട്ട് പിൻ കുത്തി കൊടുത്താലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകരുത്. അതിനുശേഷം നമ്മളിതാ ഈ നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തേ. ഇനിയും നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഒരല്പവും കൂടെ നമ്മളൊന്ന് കൂടുതലാക്കി ഇട്ടിരിക്കുകയാണ്. ഈ ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ നെക്കിൻ്റെ ഭാഗത്ത് നോക്കി അറിയാം. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിരിക്കണേ. ഇതുപോലെ ക്ലോസ് ആയ സൈഡ് ഇതുപോലെ വരുന്ന രീതിയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് എങ്ങനെയാണോ നമ്മൾ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ വരച്ച് കൊടുത്തിരിക്കുകയാണ്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മളുടെ അടുത്ത പീസ് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ നമ്മൾ ചാർട്ട് പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കി ക്ലോത്ത് എടുത്ത് നമ്മൾ സ്ലീവിന് വേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 1 മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അപ്പം 4ആയിട്ട് ഫോൾഡ് ചെയ്തപ്പോൾ നമ്മൾ വിഡ്ത്ത് നോക്കുമ്പോൾ നമുക്ക് തികയാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാവേ. നമുക്ക് എത്രയാണോ നമ്മളുടെ വിഡ്ത്ത് വേണ്ടത് ആ രീതിയിലേക്ക് എടുക്കാവേ. നമ്മൾക്ക് ഇപ്പോൾ ഒരു 19 ഇഞ്ച് ഇതുപോലെ വണ്ണം എടുത്തതിന് ശേഷം 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ 2 വശവും ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സ്ലീവിന് ലെങ്തും ഒക്കെ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ അതൊരു 1.5 മീറ്റർ വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. ഇനി നമ്മൾ ഈ ഓപ്പൺ ആയ സൈഡിൽ ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു സീം എലമെൻറ്റ്സ് നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ആ 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകൾ വഴി ഇതുപോലെ വന്ന് 1/2 ഇഞ്ച് താത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. ഇനി ഓപ്പൺ ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. സീം എലമെൻറ്റ്സും നമുക്ക് 1.5 ഇഞ്ച് തന്നെ കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സീം എലമെൻറ്റ്സ് കൂട്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ സീം എലമെൻറ്റ്സ് ഉള്ളിടത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാകുമേ. ഇനി നമ്മളിങ്ങനെ നിവർത്തിയതിന് ശേഷം ഫ്രണ്ട് പോർഷൻ വരുന്നിടത്ത് ഒരു 1/2 ഇഞ്ച് ഒരു ഇതുപോലെ കുഴിച്ച് നമ്മൾ
കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വേണം നമ്മളുടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത്. അപ്പം നമ്മളുടെ സ്ലീവ് രണ്ടും റെഡിയായി. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ 2 പാർട്ട് റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം അതിനെ 1 ഇഞ്ച് വിഡ്ത്തിൽ ക്രോസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ മിച്ചമുള്ള പീസ് എത്രയാണോ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ക്രോസ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണേ. നമ്മളുടെ ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ആവശ്യത്തിനുള്ള പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളുടെ ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷന് ഫ്രണ്ട് പോർഷന് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ കൊടുക്കാം, ബാക്ക് പോർഷൻ വേണമെങ്കിൽ ഓപ്പൺ കൊടുക്കാം. നമ്മളിപ്പം ബാക്ക് പോർഷനാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളവിടെ ഹുക്കിനും ഹോളിനും വെക്കാനുള്ളത് ഒരു 2 ഇഞ്ചും ഒരു 3 ഇഞ്ചും വിഡ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് വിഡ്ത്തുള്ളത് നമ്മളുടെ ഹുക്ക് വെക്കാനായിട്ടും നമ്മളുടെ ഹോള് വെക്കാനായിട്ട് 3 ഇഞ്ച് വിഡ്ത്തുള്ള പീസസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണത് ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പീസസിനെ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്നാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് 2 സൈഡിലേക്കും വെച്ച് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം നല്ല വശങ്ങൾ തമ്മിലൊക്കെ നമ്മൾ നോക്കി വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ഇപ്പുറത്തെ സൈഡും 2 സൈഡും ഇതേ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ബാക്ക് പോർഷൻ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്യാം, അങ്ങനെയുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ കട്ട് ചെയ്യരുത്. ഇത് നമ്മുടെ ക്രോസ് കട്ട്, പിന്നെ ഹുക്കിനും ഹോളിനുമുള്ള പീസ്. ഇനി നമ്മൾ ഈ അടിവശം ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ ബെൽറ്റിലാണ് നമ്മൾ അടിഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മളുടെ ബാക്ക് പോർഷനാണ്, അതിനെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്ത്തൊന്ന് നോക്കാം. ഒരു 5.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് 4 ഇഞ്ച് മുകളിലേക്ക് ലെങ്തും കൊടുക്കുന്നു. അത് നമ്മളുടെ 2 പീസിലും ഇതുപോലെ കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ടക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ബാക്ക് പോർഷനെ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിഡ്ത്ത് 2 സൈഡിലും ഒരു 1/4 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ എടുത്ത് ഇതുപോലെ 2 സൈഡിലും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിപ്പം ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് കണ്ടോ, റോങ് സൈഡിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കണം, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം. ഇനി നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ ബെൽറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ളതാണ്. അതിനായിട്ട് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പീസിൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനെ നമ്മളൊന്ന് തിരിക്കുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അവിടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്താൽ മതിയേ. ഒന്നുകൂടെ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാലൻസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് ആ ഹുക്ക് പിടിപ്പിക്കാനുള്ള പാർട്ട് നമുക്ക് റെഡിയായി ലഭിച്ചേ. ഇനി നമ്മൾ അടുത്ത പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ റോങ് സൈഡിലേക്കാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല വശങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പീസിൻ്റെ ചീത്ത വശത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് മുന്നായിട്ട് ആ 3 ഇഞ്ച് വിഡ്ത്തുള്ള പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ ഒരു സൈഡൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ അടുത്ത പീസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഹോള് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ ഈ പീസിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ ചീത്ത വശത്തേക്ക് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഈ ബാക്ക് പീസിൻ്റെ റോങ് സൈഡിലേക്ക്
ഈ വെച്ച് കൊടുക്കുന്നതിൻ്റെ നല്ല വശം റൈറ്റ് സൈഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം നല്ല വശത്തിലേക്ക് വരും. എന്നിട്ട് ഈ സൈഡ് വഴി നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഹുക്കും ഹോളും ഒക്കെ വെക്കുന്ന വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം സൈഡൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല 2 പീസ് കൂടെ ഒരുപോലെ വെച്ച് നോക്കണം കറക്റ്റാണോന്ന്. എന്നിട്ട് നമ്മൾ 2 പീസിലും ഇതുപോലെ ഒരുപോലെ വരുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കുകയാണ്. ഇതിനൊരു 1.5 ഇഞ്ച് വരെ വിട്ട് കൊടുക്കാവേ. അതിനുശേഷം നല്ല വശത്തിലേക്ക് ഈ പീസ് വെച്ച് കൊടുത്ത് ഒരു സ്ട്രിപ്പ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ്. അതിനുശേഷം ക്രോസ് കട്ടൊന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. അത് ഇതുപോലെ നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തു കൂടി ഇതുപോലെ ഒന്നുകൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സൈഡ് ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇവിടെയും നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ. 2 സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണേ. അതായത് നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് മടക്കിയതിന് ശേഷം സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. അതിലും നല്ല നീറ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തു കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് അല്പം നീട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ടാണോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണേ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ ഈ അടിഭാഗത്തു നിന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. നല്ല വശങ്ങൾ തമ്മിലാണ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടം ഭാഗത്തു നിന്നാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വരുമ്പോഴത്തേന് ഇങ്ങനെ നമ്മളൊന്ന് ഇതുപോലെ ഒരു കർവിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അല്ലാതെ ആ കോർണർ അതുപോലെ നമ്മൾക്ക് കിട്ടണ്ട. ഇതുപോലെ നമ്മളൊരു റൗണ്ട് അവിടെ വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണേ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുകളിലേക്ക് വരുമ്പോഴത്തേന് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടത്തുള്ളേ. അല്ലെങ്കിൽ അവിടെ ഒത്തിരി വ്യത്യാസം പോലെ തോന്നും. നമ്മൾ ഓർക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാത്തതെന്ന്. ഇത് കണ്ടോ, ഈ കോർണറിൻ്റെ ഇവിടെ നമുക്കൊരു അല്പം ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ കർവ് വരുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടും. ഈ മുകൾ ഭാഗത്ത് ഒരു അല്പം മാത്രം ഇത്രയും മാത്രം നമുക്ക് വ്യത്യാസമായിട്ടിരിക്കും. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ 2 സൈഡും അതേ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇതെന്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതെന്ന്. അപ്പോൾ ആ ഭാഗം ഒന്ന് വളച്ചാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കണ്ടോ, നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഷോൾഡറും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇനി നമ്മൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത പീസാണ് എടുക്കേണ്ടത്. ക്രോസ് കട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ സൈഡൊന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സ്ലോയിലാണ് നമ്മൾ എപ്പോഴും നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കർവ് വരുന്നിടത്തെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ കട്ട് ഇട്ട് കൊടുക്കുകയാണ്, സ്മോൾ കട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കർവ് വരുന്ന ഭാഗത്തൊക്കെ മാത്രം കൊടുത്താലും മതിയേ. അതിനുശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്ത ക്രോസ് കട്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഈ പീസ് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് ഹെമ്മിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഹെമ്മിങ് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഹെമ്മിങ് ഇട്ടിട്ടുള്ളതാണ്.
അതിനുശേഷം എന്താ ഇങ്ങനെ ഷോൾഡറുകൾ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ നോക്കണേ. അപ്പം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അകത്തേക്ക് കുഴിച്ചാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ ഈ ഭാഗത്ത് നമ്മളൊന്ന് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി സ്ലീവ് എടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഇതാ റോങ് സൈഡിലേക്ക് ആ ബോട്ടം ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിതാ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടവും 1/2 ഇഞ്ച് കട്ട് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷോൾഡറിലേക്ക് കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയേ. ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. ഇങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പം 2 സ്റ്റിച്ചിങ് അവിടെ വരികയും ചെയ്യുവേ. ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ പോർഷനൊക്കെ റെഡിയായി എടുത്തു. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ ഒരു കോണിപ്പോട് കൂടിയാണ് ഒരു ഇത് കണ്ടോ, ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ആ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഹെമ്മിങ് കൊടുത്താൽ മതിയേ. ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഹുക്കും വെച്ച് കൊടുത്തു. ഇനി ഇത് കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സീം എലമെൻസ് ഒക്കെ ഏറെ ഇട്ടിട്ടുണ്ട്. അപ്പം 36 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് എങ്കിൽ നമുക്ക് അവിടെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി 40 ഇഞ്ചാണ് ചെസ്റ്റ് എങ്കിൽ അപ്പം സീം എലമെൻസ് കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കൊരു 36 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്കും 40 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്കും ഇടാവേ. അപ്പം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം കൈയൊക്കെ നമുക്ക് നീട്ടി സ്ലീവ് വേണമെങ്കിൽ നമ്മൾ ക്ലോത്ത് കുറച്ചുകൂടെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കഴുത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അവനവൻ്റെ അളവിൽ ചെയ്ത് എടുക്കാവേ. അപ്പം ഇത് എത്രയാണെങ്കിലും ഓരോരോ ബോഡിക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും അളവെടുത്ത് തന്നെ ചെയ്യുക. പഴയ ബ്ലൗസിൽ നിന്നൊക്കെ അളവെടുത്ത് നോക്കി ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതൊരു പഴയ സാരിയിലൊക്കെയാണ് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് നോക്കേണ്ടത്. നല്ല ക്ലോത്തിലേക്ക് ആദ്യമേ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു 38 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓരോ കമൻറ്റും വാല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.